നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സൗര കൊടുങ്കാറ്റുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള പ്രദേശത്ത് ഇതിന്റെ പ്രഭാവം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള സൗരകളങ്കം, അതായത് സൺസ്പോട്ട്, ഭൂമിയിലെ വൈദ്യുതി ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇതിനു മുൻപ് 2003 ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന സൗരകാന്തിക കാറ്റ് ഉണ്ടായത്. ഭൂമിയുടെ 17 മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗരകളങ്കം സൂര്യനിൽ രൂപപ്പെട്ടതായി യുഎസിലെ നോവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയിച്ചു. മുൻപും സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും ഇത്ര വലുത് അത്യപൂർവമാണ്. AR3664 എന്ന് പേരിട്ടിരിക്കുന്ന ഈ കളങ്കം മെയ് ആദ്യവാരം മുതലാണ് കൂടുതൽ തെളിയാൻ തുടങ്ങിയത്. നഗ്നനേത്രം കൊണ്ട് തന്നെ കാണാവുന്ന വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗര ഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ്. സൂര്യനിലെ കാന്തിക മണ്ഡല ചുഴലികളാണ് സൂര്യകളങ്കങ്ങളായി അറിയപ്പെടുന്നത്. സൗരോപരിതലത്തിനേക്കാൾ അല്പം ചൂട് കുറഞ്ഞ സ്ഥലമാണ് കളങ്കങ്ങൾ. ഓരോ 11 വർഷത്തിലും ഇവ വർദ്ധിക്കുന്നതായി കാണാറുണ്ട്. ഇവ വിവിധ സൈക്കിളുകളായാണ് അറിയപ്പെടുന്നത്. ഏതാനും വർഷങ്ങളായി നാം കാണുന്ന സൗരകളങ്കങ്ങൾ സൈക്കിൾ 25ന്റെ ഭാഗമാണ്. ഈ സൈക്കിളിലെ ഏറ്റവും എളുപ്പത്തിൽ കാണപ്പെടുന്ന സൂര്യകളങ്കമാണ് AR3664. 2005 ജനുവരി 5-നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുൻപ് പുറപ്പെടുവിച്ചത്. ഇത്തവണ 2 മണിക്കൂർ സമയത്തോളം എടുത്താണ് ഇത്തവണ സൗര കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുക. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ മാറ്റങ്ങൾ മൂലം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ അളവിൽ സൗരജ്വാല സൂര്യനിൽ നിന്ന് പുറപ്പെട്ടിരുന്നതായി ബുധനാഴ്ച വാർത്തകളുണ്ടായിരുന്നു. നാസയടക്കം സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. 2005-ൽ സൗര കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് നൽകി വെറും 15 മിനിറ്റിനകം അവ ഭൂമിയിലെത്തിയിരുന്നു. എന്നാൽ അന്ന് ഇന്റർനെറ്റ് പ്രവർത്തനങ്ങളെ ദോഷമായി ബാധിച്ചിരുന്നില്ല. സൂര്യന് സമീപം സൃഷ്ടിക്കുന്ന കാറ്റ് മൂലം ഭൂമിയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ ആഘാതങ്ങളാണ് സൗര കൊടുങ്കാറ്റുകൾ. ഇത് കാന്തിക മണ്ഡലത്തെ തടസ്സപ്പെടുത്തുകയും ഭൂമിയിൽ ജീവാപായത്തിന് പുറമെ നമ്മുടെ സാങ്കേതിക ഉപകരണങ്ങൾ, GPS, വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ എന്നിവയെ എല്ലാം തകർക്കുമെന്നും റിപ്പോർട്ടുകൾ വരാറുണ്ട്. 1859-ലാണ് അവസാനമായി വലിയൊരു കൊടുങ്കാറ്റുണ്ടായത്. കാരിങ്ടൺ ഇവന്റ് എന്നറിയപ്പെടുന്ന ഇത് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടുനിന്നു. ഇത് ഹവായിലേക്കും മധ്യ അമേരിക്കയിലേക്കും വ്യാപിക്കുകയും ലക്ഷക്കണക്കിന് മൈൽ ടെലഗ്രാഫ് ലൈനുകളെ ബാധിക്കുകയും ചെയ്തു. സൂര്യകളങ്കങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകൾ ഉണ്ടാകാറുണ്ട്. ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും. ചിലപ്പോഴവ ഭൂമിയുടെ നേർക്കും വരാറുണ്ട്. അത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവമേഖലയിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെടും. ഈ ശക്തമായ കണങ്ങൾ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ താറുമാറാക്കാനും ഇടയുണ്ട്. ഭൂമിയിലെ വൈദ്യുതി വിതരണ ശൃംഖല തടസ്സപ്പെടാനും ഇത് കാരണമാകും. അതുകൊണ്ട് ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ ഗൗരവമായാണ് കാണുന്നത്. ഭൂമിയിൽ ചൂട്, മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രലോകം പഠിക്കുന്നുണ്ട്. 1859 ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയിൽ തീവ്രമായ സൗരജ്വാലകങ്ങളും അഴിച്ചുവിട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൺസ്പോട്ടാണ് കാരിങ്ടൺ സൺസ്പോട്ട്. ഈ തീക്ഷ്ണമായ സൗരജ്വാലകളുടെ ഫലമായി ഉണ്ടായ തീവ്രമായ ഭൗമകാന്തിക കൊടുങ്കാറ്റുകൾ മൂലം അമേരിക്കയിൽ ടെലഗ്രാഫ് ഓഫീസുകൾ കത്തിനശിക്കുകയും ക്യൂബ മുതൽ ഹവായി വരെ കാണാനാകുന്ന പ്രഭാവലയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കാരിങ്ടൺ സംഭവം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നാൽ അന്നത്തെ സൺസ്പോട്ടിനേക്കാൾ വലിയ സൺസ്പോട്ടാണ് ഇപ്പോൾ രൂപമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ പഴയ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം.